കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികളാണ് പ്രഖ്യാപിച്ചത്. അസമിലും കേരളത്തിലും ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ് നടക്കുക. തമിഴ്നാട്ടിൽ ഏപ്രിൽ 29-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. All 140 assembly constituencies of Kerala shall also go for polling on 9th April, that is Thursday, and counting shall be May 2026. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും മെയ് 4-നായിരിക്കും. കേരളത്തിനൊപ്പം അസമും പുതുച്ചേരിയും ഏപ്രിൽ 9-ന് പോളിംഗ് ബൂത്തിലെത്തും. ഏപ്രിൽ 23-നായിരിക്കും തമിഴ്നാട്ടിലെ വോട്ടെടുപ്പ്. പശ്ചിമബംഗാളിൽ 2 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഏപ്രിൽ 23-ന് 1-ാം ഘട്ട തെരഞ്ഞെടുപ്പും ഏപ്രിൽ 29-ന് 2-ാം ഘട്ട തെരഞ്ഞെടുപ്പും നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പ്രഖ്യാപിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ മെയ് 4-നായിരിക്കും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനാൽ ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി കമ്മീഷൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് SIR-ന് ശേഷം മാർച്ച് 13 വരെയുള്ള കണക്ക് പ്രകാരം 2.70 കോടി വോട്ടർമാരാണ് ഉള്ളത്. ഇനിയും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ സമയവും അവസരവുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇനി വാശിയേറിയ പോരാട്ടത്തിനാകും സാക്ഷ്യം വഹിക്കുക. നാളെ മുതൽ മാർച്ച് 23 വരെ പത്രികകൾ സമർപ്പിക്കാം. സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന മാർച്ച് 24-ന് നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് 26-ആണ്. 4.24 ലക്ഷം പുതിയ വോട്ടർമാരാണ് കേരളത്തിൽ ഇത്തവണ ആദ്യമായി സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. സംസ്ഥാനത്ത് ആകെ 1.38 കോടി സ്ത്രീ വോട്ടർമാരാണ് ഉള്ളത്. 2.19 ലക്ഷം പോളിംഗ് ബൂത്തുകൾ സംസ്ഥാനത്തുടനീളം സജ്ജീകരിക്കും. നഗരമേഖലകളിൽ മാത്രം 6130 പോളിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കും. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം.